അടി കൊടുത്താലും മറക്കില്ല, ഒരു ഉരുള കൊടുത്താലും മറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ഇവിടെ ചിലരെക്കുറിച്ച് അങ്ങനെ തന്നെ ഇപ്പോഴും പറഞ്ഞു. കമലഹാസനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കമലഹാസൻ വളരെ ബാലനടനായി ഇവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ നായകനായി, കന്യാകുമാരിയുടെ നായകനായി വന്നു. മലയാളം മലയാളിയേക്കാൾ മനോഹരമായി സംസാരിക്കും എന്നും മലയാള സിനിമയെയും മലയാളികളെയും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ EMS ശരിക്കും കമലഹാസന് കാണപ്പെട്ടൊരു ദൈവം തന്നെയായിരുന്നു. ഇപ്പോഴിതാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും കമലഹാസൻ്റെ ഏറ്റേറെ പ്രിയപ്പെട്ട നേതാവാണ്. അപ്പം അങ്ങനെ രാഷ്ട്രീയവും സിനിമയും ജനങ്ങളെയും ചേർത്ത് പിടിച്ചു നടക്കുന്ന കമലഹാസൻ മലയാളത്തിൽ നിന്ന് സംവിധായകരെയും അഭിനേതാക്കളെയും തൻ്റെ കൂടെ അഭിനയിപ്പിക്കാനും കൂടെ കൊണ്ടുനടക്കാനും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മലയാളി അത്രയും സ്നേഹമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ.